കുറേ നാൾക്ക് ശേഷം പിന്നെയും വിളിച്ചിട്ടിരിക്കുകയാണ്. ഹോസ്പിറ്റൽ കേസും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ കുറച്ച് ബിസി ആയിപ്പോയി. ഭയങ്കര അത്യാവശ്യമായിട്ടുള്ള തിരക്ക് കൊണ്ടാണ് വീഡിയോസൊന്നും ഇടാൻ പറ്റാതെ പോയത്. നമ്മൾ എല്ലാ അപ്ഡേറ്റും കൂടി ഒന്നിച്ച് വീഡിയോ ഉൾപ്പെടുത്തുകയാണ്. കുറച്ച് ലെങ്തി ആയിരിക്കും, മാക്സിമം കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നേരെ അപ്ഡേറ്റിലേക്ക് കിടക്കാം. ബ്ലാസ്റ്റേഴ്സ് താരവും ഇപ്പോഴത്തെ ഒഡീഷ എഫ് സി താരവും അതുപോലെ തന്നെ മലയാളി തൃശ്ശൂരുകാരനുമായിട്ടുള്ള KP രാഹുൽ വെസ്റ്റ് ഹാം യുണൈറ്റഡ് എന്ന് പറയുന്ന പ്രീമിയർ ലീഗ് ക്ലബിൻ്റെ സെവൻസ് ടൂർണമെൻറ്റ് ടീമിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആദ്യ ഇന്ത്യൻ താരമാണ് സെവൻസ് ടൂർണമെൻറ്റ് പുറത്തു പോയി കളിക്കുന്ന ഒരു വിദേശ ടീമിലേക്ക് പോയി കളിക്കുന്ന താരം കൂടിയാണ്. പ്രത്യേകിച്ച് മലയാളി എസ്പെഷ്യലി എടുത്ത് പറയേണ്ടതാണ്. ആദ്യ ഇന്ത്യൻ താരം കൂടിയായി അദ്ദേഹത്തിന് ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. നല്ല പ്രകടനം അവിടെ കാഴ്ചവെക്കാൻ സാധിച്ചാൽ മറ്റ് വലിയ ക്ലബിലേക്ക് ഓഫറുകൾ ലഭിക്കില്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. മികച്ചൊരു എക്സ്പീരിയൻസ് കൂടിയായിരിക്കും. ഏതായാലും മെയിൻ ടീമിലേക്കൊന്നല്ല, ഒരു സെവൻസ് ടീം പരിസരിച്ച് നടന്ന ഒരു ടൂർണമെൻറ്റിലേക്കാണ് വെസ്റ്റ് ഹാം യുണൈറ്റഡ് പ്രീമിയർ ലീഗ് ക്ലബിലേക്ക് ക്ഷണം ലഭിച്ചിട്ടുള്ളത്. ആ വീഡിയോയും കാര്യങ്ങളൊക്കെ ഇന്നലെ അദ്ദേഹം തന്നെ ഇൻസ്റ്റാഗ്രാമിലെ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. അതുതന്നെ അന്താരാഷ്ട്ര നിലത്തിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ക്രിസ്ത്യാനോ റൊണാൾഡോയുമായി ബന്ധപ്പെട്ടൊരു അപ്ഡേറ്റ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതായത് ക്രിസ്ത്യാനോ റൊണാൾഡോ അൽ നസർ വിടാൻ പോവുകയാണ്, മറ്റൊരു ക്ലബിലേക്ക് ചേക്കേറുകയാണ്. ക്ലബ്ബ് വേൾഡ് കപ്പിൻ്റെ മുന്നോടിയായിട്ടാണ് അദ്ദേഹം ക്ലബ്ബ് വേൾഡ് കപ്പ് കളിക്കേണ്ടിയിട്ടാണ് അദ്ദേഹം മറ്റൊരു ക്ലബിലേക്ക് പോകുന്നത് അറിയാൻ സാധിക്കുന്നത്. അൽ നസർ വിടുകയാണെന്നാണ് അറിയാൻ. അതിനിടയിൽ മറ്റൊരു റിപ്പോർട്ട് കൂടി വന്നിട്ടുണ്ട്. അൽ നസറിൽ നിന്ന് ഫുട്ബോൾ വേൾഡിൽ തന്നെ ഏറ്റവും ബിഗ്ഗസ്റ്റ് പ്രൈസിൽ ഓഫർ നൽകിയിരിക്കുകയാണ് അൽ നസർ റൊണാൾഡോന് വേണ്ടി. ഇതുവരെ ആരും ഒരു പ്ലെയറിനും വേണ്ടി കൊടുക്കാത്ത ഒരു തുക മുടക്കിക്കൊണ്ട് ടീമിൽ നിലനിർത്താൻ വേണ്ടി അൽ നസർ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. പല ക്ലബ്ബുകളിൽ നിന്നും റൊണാൾഡോന് ഓഫറുകൾ വരുന്നുണ്ട്. ബ്രസീലിയൻ, ആഫ്രിക്ക, അതുപോലെ തന്നെ ചെൽസി, മറ്റ് ക്ലബ്ബുകളിൽ നിന്നൊക്കെ ഓഫറുകൾ ലഭിക്കുന്നുണ്ട്. 40 വയസ്സുകാരന് ഇത്രയധികം ഒരു ഓഫറുകൾ ലഭിക്കുന്നുണ്ട്. അതിൻ്റെ റേഞ്ച് നമുക്ക് മനസ്സിലാക്കേണ്ടതിനാണ്. അദ്ദേഹത്തിൻ്റെ മകൻ കഴിഞ്ഞ അണ്ടർ-15 ടീമിൽ കളിച്ചിരുന്ന മറ്റൊരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു. അപ്പം അത് അവർ ഫൈനലിൽ കപ്പെടുക്കുകയും ചെയ്തു. അതിൽ 2 ഗോൾ സ്കോർ ചെയ്തത് റൊണാൾഡോൻ്റെ മകനായിരുന്നു. നിർണായകമായൊരു അപ്ഡേറ്റ് കൂടി ഞാൻ ഇതിനകത്ത് പറയുകയാണ്. റയൽ മാഡ്രിഡിൽ നിന്ന് ക്രിസ്ത്യാനോ ജൂനിയറിന് ഓഫർ കൂടി ലഭിച്ചിട്ടുണ്ട് എന്ന് കൂടി അറിയിക്കുകയാണ്. വാർത്തകൾ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. ചാനൽ സബ്സ്ക്രൈബ് നോട്ടിഫിക്കേഷൻ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, മാക്സിമം ലൈക്ക് കൂടി ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. താങ്ക് യു.